ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ നോക്കാൻ പോണത് അവിടെ. പിന്നെ ആദ്യം നമ്മൾ പോയ റോഡ് എത്തിയപ്പോ ആ മുമ്പത്തെ വണ്ടിക്കാരൻ നമ്മളെ കൊളാക്കി. വീണ്ടും നമ്മൾ റോഡ് മാറി. അപ്പൊ നല്ല റോഡ് കടങ്ങൾ തോന്നണോ? എന്താ ഗൈസ് പറയൂ. എന്താണ് നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ട് എൻജോയ്ക്ക് പോട്ടാ. നല്ല ആദ്യം നമ്മള് കറക്റ്റ് റൂട്ടിലാണ് സഞ്ചരിച്ചിരുന്നത്. പിന്നെ നമ്മള് കൊളാക്കിയതാണ്. അപ്പൊ നമ്മൾ ഇനി അത് ഏതായാലും 1 മണിക്കൂർ എക്സ്ട്രാ കിട്ടി നമുക്ക് ഓടാന്. പിന്നെ അപ്പൊ നമ്മൾ സെറ്റ്. ഓക്കെ, വേറെ എന്തൊക്കെയാ എന്നിട്ട്? അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കാൻ എന്താ എടുത്തിട്ട് വണ്ടിയില്? ബീഫും പൂളിയും. അത് രാത്രി ആവുന്ന മിക്കവാറും ട്യൂബ്ലൈറ്റ് ഒക്കെ വേണ്ടിരുന്നു ഞങ്ങൾ എത്തുമ്പോ കഴിക്കാന്. പിന്നെ ടോർച്ചൊക്കെ എടുത്തു ചോദിച്ചോക്കോട്. കാരണം നമ്മൾ 1 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നല്ല ചൂടാണല്ലേ ഇവിടെ. ട്രെയിലറൊക്കെ ട്രെയിലർ എന്താ റോഡ് പൊളിയാണല്ലേ ഇവിടുത്തെ. മലകൾ തുറന്നുകാണ്ട് അല്ലേ ലോഗ് എടുക്കുമ്പോ ഒച്ചപ്പാട്ടൊക്കെ എങ്ങനെയാ. റോഡ് പൊളിയാണല്ലേ, മലകൾ തുറന്നു നോക്ക്. സെറ്റ് പരിപാടി അല്ലേ. പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയണത്? ഇങ്ങനെ തന്നെ പരിപാടി തുടങ്ങിയല്ലേ. നിർത്തി ഇതാ നോക്ക്. ഇതാ കണ്ടു മലനിരകൾ കോരി തുറന്ന് റോഡുണ്ടാക്കിയതൊക്കെ. എന്താ എല്ലാരും ബ്ലോഗ് കൊടുക്കും അല്ലേ? ഇത് നമ്മളെ ഫസ്റ്റ് ബ്ലോഗാണ് നമ്മളെ നമുക്ക് ഇത് പരിപാടിക്കുള്ള. ഓക്കെ, അങ്ങനെ തന്നെയാണ്. എല്ലാരും അറിയട്ടെ. അല്ല, ഇത് നമ്മളിവിടെ എന്താ ചെയ്യണ എല്ലാരും അറിയണ്ടേ. നമ്മൾ കണ്ടന്റ് ഇല്ലാത്ത പ്രശ്നമാണ്, നമ്മൾ ഇടാൻ ആളില്ലാത്ത പ്രശ്നമാണ്. ഒപ്പം നിൽക്കാൻ ഇടാനും ആളില്ല. അല്ല, നമ്മള് വണ്ടി പോണ നോക്കിട്ടാ. ആ പോണ വണ്ടി ഈ സാധനം AC തണുപ്പില്ലേ, അതാണ്. വണ്ടി ലെക്സസ് ഒക്കെയാണ്, പക്ഷെ AC തണുപ്പില്ല. നമുക്ക് പണിയായി അത്. ഗഫൂർ മറ്റേ ടയോട്ടന്റെ ഏത് വണ്ടിയാണത്? വലിയൊരു മഞ്ചണ്ടല്ലോ എലിപ്പെട്ടി ആയിട്ടെടുക്കുമ്പോ അതിലെല്ലാം AC ഉണ്ട്. അത് അറബിന്റെ വണ്ടിയാണ്, കുട്ടികളെ കൊണ്ടുപോകണേണ്. അത് കുട്ടികളെ കൊണ്ടുപോകണ വണ്ടി. അത് പറപ്പിക്കോ അല്ലെങ്കിൽ തന്നെ തണുത്തിയില്ലെങ്കില്. നമ്മളിപ്പോ ഏതോ ഷാബി ആയിരിക്കും എത്തിക്കണ്ട. അപ്പൊ ഇത് ഷാബി ഏതാണ്? ഇതേതോ ഇവിടെ നമ്മള് പക്ക നാട് വൈബല്ലേ. സ്ഥലങ്ങളൊക്കെ നോക്കി. ഇവിടെ പോലീസ് സ്റ്റേഷൻ നോക്കി, ചെറിയ പോലീസ് സ്റ്റേഷന് അല്ലേ. അതിന്റെ പക്ക നാട്. സൂപ്പർ മാർക്കറ്റ് നോക്ക്. ഇത് നമ്മളെ പാങ്കൂടൊക്കെ പോണൊരു വൈബാട്ടോ. ഇത് നമ്മളെ പാങ്കൂടൊക്കെ പോണ വൈബാണ്. നമ്മ JCB ഒക്കെ നോക്ക്. അതന്നെടാ മഞ്ഞ പെയിന്റ് അടിച്ചിട്ട്. ഇവിടെ അവിടെ കൊറേ കളറാട്ടോ. ഹലോ ഗൈസ്, JCB ഇവിടെ നാട്ടിലൊക്കെ ഒരേ കളറാട്ടാ. ഒക്കെ ഒരേ കളറാണ് ഇപ്പൊ. എല്ലായിടത്തും JCB നേരിക്കണ. എടാ നമ്മളെ വണ്ടിയെ പോണു, പിടിക്കടാ. ഇവിടെ ഒരു വലിയ ബിൽഡിങ്. ഇത് പുതിയ ഇവിടെ അപ്ഡേറ്റ് ആവാട്ടാ. ട്രെയിലറിന്റെ ഒരു ഏരിയ ഇവിടെ നോക്ക്. എത്ര ട്രെയിലറാ നോക്ക്. ഇതിപ്പോ ആ ട്രെയിന് വന്നാല് ട്രെയിലറൊക്കെ പാസ്സാവൂലേ. ഇത് നമ്മള് മസാഫി റോഡിന് എപ്പോഴും പോണത്. മസാഫി. അപ്പൊ നമ്മളിപ്പോ കൊറേ കറങ്ങിക്കണ്. അതെ ഗൈസ്, വീണ്ടും ഞങ്ങൾ നാട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങൾ മസാഫി റോഡിന് പോവാണ്. ഞങ്ങൾ എങ്ങനെ വളഞ്ഞ് മൂക്കിടിക്കാന്നൊക്കെ അറിയില്ല. അതാണ് സംഭവം. കണ്ണാടി വെച്ചൊരുത്തണ്ട്. ഞങ്ങളെ ഗ്രൂപ്പിലെ കണ്ണാടി വെച്ചൊരുത്തനുണ്ട്. അവനാണ് ഞങ്ങളെ പറ്റിയത്. ഞങ്ങളെ തെങ്ങുതോട്ടം അല്ലല്ല, ഈത്തപ്പഴത്തോട്ടാണ് അല്ലേ. വീണ്ടും ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങൾ നാട്ടിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ അല്ല തെങ്ങും തോട്ടാണോ അല്ല ഈത്തപ്പഴാണല്ലേ. പണ്ട് ആരോ പറഞ്ഞ പോലെ അറബിനാട് പച്ചക്കെന്ന് പറഞ്ഞ പോലെ അറബിനാട് പച്ചച്ചു നമ്മളെ നാടൊക്കെ വെളുക്കുന്നുണ്ട് ഇപ്പൊ. ഹലോ, പിന്നെ നമ്മളിപ്പോ എത്തി ഏതാ കാണിക്കുന്നത്? അവിടെ എന്താ മക്ബറ തോന്നുന്നു കേട്ടോ. ഹലോക്ക് അവിടെ എന്തോ ഒരു മക്ബറ പോലത്തെ സാധനം ഉണ്ട് അല്ലേ. UAE മക്ബറ. ഹലോ ഗൈസ്, അറബികളത് കാണുകയാണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞാണ്, മക്ബറ അല്ല. ഞാൻ ഞങ്ങളുടെ നാട്ടില് അവിടുത്തെ മുജാഹിദീരണ്ടാക്കാൻ സീനാക്കും. ഇതേതാ നാടെത്തിട്ടാ ഉൾരാജ്യമേ. ഇതേതാ അറബികളെ ഷാബിയ എഴുതിക്കണം, ചെറിയൊരു ഷാബിയ. ഇത് നമ്മളിവിടെ എത്തിക്കണട്ടാ.
നമ്മൾ അവിടെ എത്തിയിട്ട് ഒന്നും പറയാതിരിക്കാനാണ് ഓള് വേഗം അങ്ങോട്ട് വിളിച്ചു കേട്ടോ. ഇനി 59 കിലോമീറ്റർ നമ്മൾ കടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ 60 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോഴും നമ്മൾ 60 കിലോമീറ്റർ ഓൾറെഡി ഓടിക്കഴിഞ്ഞു. ഇപ്പോഴും നമുക്ക് 60 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്തുന്നത് 1 കിലോമീറ്റർ കുറവ് 59. ഞങ്ങള് ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരിക്കണ എത്രയാണ് അറിയോ? 60 കിലോമീറ്റർ. ഇതാണ് ഈ വണ്ടി ഓലെന്നെ ഞങ്ങള് നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഞങ്ങൾക്ക് ആകെ 60 കിലോമീറ്റർ. ഇപ്പൊ ഞങ്ങള് 60 കിലോമീറ്റർ ഓൾറെഡി ഓടി. ഇനി ഞങ്ങൾക്ക് 60 കിലോമീറ്റർ ഓടും വേണം. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ എത്തി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. പെരുന്നാള് മിക്കവാറും മൂഞ്ചിനെ പോലെ ഉണ്ട്. വീണ്ടും തെങ്ങുംതോട്ടം. ഇതാണ് നീലാകാശം എന്ന് പറഞ്ഞതാ. നീലാകാശം നോക്ക്, നാട് ഇതാട്ടാ. സൂര്യ അസ്തമത്തോട് അടുക്കുന്ന സൂര്യൻ. ചൊല്ലിടാൻ മതിച്ചോരിന്റെ ആശ തീർക്കുവാൻ നിറയെ സ്നേഹം പാടോ. വലിയ പാട്ടുകാരനായിട്ട് അടാ ഒരു ഫുഡ് കഴിക്കണൊക്കെ ആൾക്കാർ വൈബ് അടിച്ചാൽ വന്നേക്കാണ് അല്ലെ? പച്ചാലോ തോന്നുന്നു. ഹലോ ഗൈസ്, ഇടക്കിടക്ക് പറഞ്ഞിട്ടോ ചോറും കൊടുത്തിട്ടാ. ഇത് മണൽ കൊണ്ടുപോകണം. ഇവിടുത്തെ മണൽ വണ്ടി ഇതാണ്. എക്സ്പോർട്ട് ഒന്നും നേരെ കടി കിട്ടൂടെ എടുത്തേക്കണോ? അവിടെ എന്താണ് ഓർഡർ എടുക്കണല്ലോ ന്യൂ കപ്പിൾസ്. ഹലോ ഗൈസ്, നമ്മള് മസാഫി എത്തിക്കൊണ്ടിരിക്കാണ്. മസാഫി എന്ത് അയ്യോ ഇതെന്താ കാട്ടുക? രാത്രി കടക്കേണ്ടി വരും, വണ്ടി സ്റ്റക്ക് ആയി. പക്ഷെ കിലോമീറ്റർ കമ്മിയാണെങ്കിലും മണിക്കൂറിനൊരു കമ്മി വന്നിട്ടില്ല എപ്പോഴും കേട്ടോ. അതാ സംഭവം. കിലോമീറ്റർ കമ്മി ആയിക്കണം, പക്ഷെ മണിക്കൂറിന് കമ്മി വന്നിട്ടില്ല. ഇവിടുത്തെ നിസ്കാരപ്പള്ളി ഇതാണ്, ചെറിയ മഹല്ല് പള്ളി, നിസ്കാരപ്പള്ളി. അതൊക്കെ നാച്ചുറൽ സൂപ്പർ വീടൊക്കെ. ഓല ഒടുക്കലും കയറി നമ്മൾ ഓല പിന്നാലെ വിടും, അത്രേ ഉള്ളൂ. റൈറ്റ് അല്ലേ? ബ്രിഡ്ജായിരിക്കും. മസാഫി പിടിച്ചാ അല്ല നമ്മളെ കോർഫുക്കാൻ പിടിച്ചാ നമുക്ക് ഇന്ന് ആൾക്കാർക്ക് നമുക്ക് നമ്മളെ ടണല് കാണിച്ചു കൊടുക്കുന്നു. ട്രെയിലറിന്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. എത്ര ട്രെയിലർ നോക്ക്. ഹലോ ഗൈസ്, ട്രെയിലർ ആട്ടപ്പെട ഫുള്ള്. ആ പീട്ട വണ്ടി അതിന്റെ അടിക്കണ സമ്മതി ഇറക്കാനാ പോണത്. അതിനൊക്കെ നമ്മക്ക് എവിടെ എക്സിറ്റ് കയറും ഇങ്ങനെയാണെങ്കിൽ ഇതിലെ കയറിക്കണല്ലോ ആൾക്കാർ. നമ്മളതിലെ കയറിനോ? ഈ ലെക്സസ് കുതിര എന്താ പോവാത്ത സ്പീഡ്. അപ്പൊ ഞങ്ങൾ ഇതാ കോർഫുക്കാൻ റോഡ് തീറ്റിക്കണ. കോർഫുക്കാൻ റോഡിന് തീറ്റിക്കണ. എന്ത് റഷാട്ട് ആ റോഡിന്. ഓൾറെഡി നമ്മൾ നേരം വെക്കാ പോന്നിരുന്നത്. ആ സമയത്ത് ഒന്നും കൂടി നേരം വെക്കി ചെയ്തു അല്ലേ? ചോപ്പാണ് ആ കോർഫുക്കാൻ റോഡ് ഫുള്ള് ചോപ്പേക്കാരേ. ബ്രിഡ്ജേ പിന്നെ മറ്റേ അവിടെ മറ്റൊരു സ്ഥലം ഉണ്ടല്ലോ, എന്താ പാർക്കിന്റെ പേരെന്താണ്? ഹലോ ഗൈസ്, ഞങ്ങൾ വീണ്ടും നോക്കടോ ബ്ലോക്ക്. ഇതിപ്പോ കുടുങ്ങിയല്ലേ നമ്മള്. ബാക്കും പറ്റൂല മുമ്പക്കും പറ്റൂല. വീണ്ടും 60 കിലോമീറ്റർ കുറഞ്ഞിക്കണു. പക്ഷെ മണിക്കൂറിന്റെ കമ്മി വന്നിട്ട് ചേട്ടാ. ഒരു നോക്ക് 1:05. ഇപ്പൊ നമ്മള് 15 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഓടിയില്ലേ? എന്നിട്ട് മണി ആ സായര ഓട്ടോക്ക് ഇതികൾ പോണടാ. ഇതേതാണ് വണ്ടിടാ, ഇതേതാ വണ്ടി? ഇവിടെ ഫുള്ള് ബ്ലോക്ക് നോക്ക്. ഇവിടെ ഉണ്ടിട്ട് ഒരു വെള്ളച്ചാട്ടം. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടിട്ട് അങ്ങോട്ടോട്ട് ഇവിടെ എന്താ പരിപാടി ഉണ്ടിട്ട് വെള്ളച്ചാട്ടം? നമ്മളെ വണ്ടി ഇവിടെ തന്നെയാണ്. പറഞ്ഞിട്ടാണ് അവിടെ റൂം കൊടുത്തത്. സൈറ്റ് സെറ്റ് ആട്ടത് അല്ലേ? ഇവിടെ നോക്ക്, നീരാകാശം. സൈറ്റ് സൂപ്പിന്റെ ഒക്കെ റോഡൊക്കെ. ഇത് നമ്മളെ കോർഫുക്കാൻ പുതിയ റോഡാട്ടാ. പുതിയ അല്ല, ഇപ്പൊ വന്നിട്ട് 4-5 കൊല്ലായില്ലേ? എന്താ ആൾക്കാരൊക്കെ പാടി കോർഫുക്കാനൊക്കെ പെരുന്നാൾ ആഘോഷിക്കാന്. ഒരു 8-10 ടണലുണ്ട്. 8-10
തോന്നുന്നു സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഒരുവിധം വണ്ടികളൊക്കെ കംപ്ലൈന്റ് ആയി കിടക്കുന്നുണ്ടല്ലേ. കണ്ടിപ്പോ ഒരു 10 വണ്ടി സൈഡില് വണ്ടി ഇത് കേറി. ഇത് പറയുമ്പോ നമ്മുടെ നാട്ടിൽ അത്ര വലിയ കയറ്റങ്ങളൊന്നും അല്ലല്ലേ. ഇവിടെ നോക്ക് എത്ര വണ്ടി കംപ്ലൈന്റ് ആയി എടുക്കണ്. സ്ഥലം നോക്ക്, റോഡ് നോക്ക്, കട്ട് ചെയ്ത് ഉണ്ടാക്കിക്കണല്ലേ. ടണൽ എത്താനായടാ. ഫസ്റ്റ് ടണൽ എത്തൂലേ. എത്ര 10 ടണലോ 3-4 കിലോമീറ്റർ ടണലൊക്കെ ഉണ്ട്. അല്ല ഇത് എത്ര വണ്ടി എത്ര കംപ്ലൈന്റ് ഒക്കെ 3 അടുപ്പി ചൂടായിട്ട് തുറന്നിട്ട് കുത്തിറങ്ങിയാരം. ഇത് ഇവിടെ ഇതൊക്കെ ഇത് പോടക്കാൻ നിർത്തിയാ തോന്നുന്നു അല്ലേ. വേറെ എന്തെങ്കിലും എടുക്കാണ് അവിടെ. ഇത് നോക്കേ ചൂടായിട്ട് ഒക്കെതാ ഫുള്ള്. അയ്യോ അപ്പൊ ഫസ്റ്റ് ടണല് നമ്മളെന്താ ഫസ്റ്റ് ടണലിലേക്ക് പ്രവേശിക്കൊണ്ടിരിക്കാണ്. കൊഞ്ചല്ല പെണ്ണ് നീ കുഞ്ചു കളിക്കുള്ള പെണ്ണ് നിന്റെ മംഗലം ഇന്നല്ല പെണ്ണ്. അടുത്ത വണ്ടി വീണ്ടും അവിടെ വേറെ മൂത്രയിക്കുന്നുണ്ട്. ഏതാ കള്ളി തുണി നോക്കടാ. 2 കംപ്ലൈന്റ് ഒക്കെ 3 അതൊന്നു നോക്ക് ഒക്കെ ഇത് പൊന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കാണ്. എന്റെ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ഉണ്ടാ. പോട്ടെ പോട്ടെ പോട്ടെ. എന്താ എടുക്കണു കംപ്ലൈന്റ് ആയാ. വണ്ടി പറഞ്ഞപ്പോ നമ്മൾക്കും കംപ്ലൈന്റ് കിട്ടിയാ. അത് ടിക്കറ്റ് കണ്ടിട്ടാ ഓൾക്ക് ബാറ്റിംഗ് വന്നപ്പോ ഈ നേരത്തെ നമ്മൾ കുത്തും തോന്നുന്നുണ്ടോ. അയ്യോ ഗൈസ് ഇവിടൊക്കെ വണ്ടി കണ്ടോക്കെ. ഇവിടൊക്കെ വണ്ടി കംപ്ലൈന്റ് ആണ്. പറഞ്ഞ് ഞങ്ങളെ വണ്ടി ഞങ്ങൾക്ക് പടി തന്നോ സംശയം ഉണ്ടിട്ടാ. എത്ര വണ്ടിയാണ് കംപ്ലൈന്റ്. ചൂടോണ്ടാ തോന്നുന്നു. ഞങ്ങൾക്ക് പണി തന്നോ സംശയം ഉണ്ട്. എല്ലാ വണ്ടിക്കും പണിയാണ്. പറഞ്ഞ് ഞങ്ങളെ വണ്ടി ഞങ്ങൾക്ക് പണി തന്നോ. എല്ലാ വണ്ടിക്കും എന്താ കംപ്ലൈന്റ് ചെയ്താൻ കയറിക്കണ. ഒരു സംഭവം എന്താണിത്. എല്ലാ വണ്ടിയിലും ഞങ്ങളെ വണ്ടി പൊട്ടു ലാസ്റ്റ്. എന്താ ചെയ്യാ. സൈഡാക്ക് കേക്ക് വെക്കും കണ്ടുന്ന ബാക്കിറങ്ങല്ലേ. അല്ലെങ്കിലേ നേരം വെക്കി വരേനു. നല്ല രസായി. ഫസ്റ്റ് ടണലിനെ കിട്ടിയില്ല നമുക്ക്. गाड़ी का एक ही है कितना गाड़ी खराब है वो मर नहीं वो भी अभी बंद हो गया सामने वाला आपका वो नहीं वो भी वो मुश्किल नहीं दूसरा इसका क्या काम है बस अकेले बंद हो गया नहीं बस हमारा चल रहा है बस हम लोग जा सकते पूरा कितना गाड़ी देखो पानी है आप लोग का अड़ा पानी ഉണ്ടാവുന്നേ അല്ലേ വണ്ടി ബന്ദ് അതിൽ പങ്ങളും പൊട്ടു ലാസ്റ്റ് എന്ത് ചെയ്യാനാ എന്താ പ്രശ്നം വണ്ടി ആ അതെ അത് പെട്ടല്ലുണ്ടോമ്പനെ പോണ് ഐഗീറിലാണ് അത് ഐഗീറിൽ പോരുമ്പോലെ പോരുന്നത് അല്ല ഇവിടെ എല്ലാം സ്ലോ ആയപ്പോഴേ അത് പൊന്തിച്ചല്ലേട്ടോ കാറ്റ് ചൂടുണ്ടാവട്ടോ അത് ഏസിട്ട് ഉത്തർക്ക എത്ര ഞാൻ വണ്ടി എണ്ണി വരാണേ ഞാൻ ബ്ലോഗിൽ നോക്കിക്കൊണ്ടിരുന്നാ ഇത് ബ്ലോഗാണ് ബ്ലോഗിൽ ഇങ്ങനെ നോക്കണ 2 വണ്ടി എണ്ണി വരാണോ ഞങ്ങളിപ്പോ മറ്റേതിപ്പോ നിക്കും ഞങ്ങൾ മുമ്പ് പോയിക്കോളൂ നിങ്ങൾ ബാക്കിൽ വന്നി ഇപ്പൊ പറഞ്ഞിട്ടുള്ളേ കേക്ക് ഞങ്ങള് സർപ്രൈസ് കേക്ക് മുറിച്ച പരിപാടിക്ക് പോകുന്നതാണ് ലാസ്റ്റ് ഈ നടു റോഡിൽ കേക്ക് മുറിക്കേണ്ടി തോന്നുന്നു അതിൽ കൂടണ്ട് തന്നെ നമ്മളെ കടയിൽ കൂടലുണ്ട് അതിന്റെ വള്ളം വയ്ക്കല് കൂടല് മാത്രമേ
സ്പോൺസർ വരുന്നുണ്ട്. വണ്ടിയാ മുണ്ടാതെ പോകാൻ പോലെ അല്ല നിങ്ങൾ കേടെടുത്തിയാ എന്ത് സംഭവം ചങ്ങായി അത് ഞങ്ങള് വെട്ടില്ല ഹൈഗീറിലാ പോരുന്നത് അത് വണ്ടി വിളിച്ചിട്ടില്ലേ ഞങ്ങള് പറയാൻ നിക്കാണ് ഞങ്ങൾ വിളിച്ചാൽ നിക്കാണ് നിങ്ങള് മുമ്പ് പോയിക്കോളെ ഞങ്ങള് മുമ്പ് പോയിക്കോളെ ഞങ്ങളെ വണ്ടിയുടെ ബാക്കി പോയി ഇറങ്ങാണ്ട് അത് ഓരോ നിർത്തിയാതെ മറ്റൊരു കറണ്ട് എടുക്കാനാണെന്ന് ഞാൻ പറഞ്ഞേ ഈ നേരത്തെ പോകുമ്പോൾ മിക്കവാറും ബാറ്റ് കൊടുക്കും പറഞ്ഞു എത്ര വണ്ടി നോക്കാൻ മുമ്പിലൊക്കെ നോക്ക് എത്ര വണ്ടിയാണ് ആരും അറിയാം സംഭവം എന്താ വെച്ചാൽ അവിടേക്ക് കൂടുതൽ ആൾക്കാരെ കടത്തി വിടുന്നില്ല അപ്പൊ എന്തോ റോഡുമ്പോ ചെയ്ത് വെച്ചിക്കണ് കൂടുതൽ ആൾക്കാരെ കോർഫുമ്പോ കടത്തി വിടുന്നില്ല അപ്പൊ റോഡുമ്പോ എന്തോ ചെയ്ത് വെച്ചാണ് അതാണ് എന്തോ ചെയ്ത് വെച്ചിക്കണ് കോഴിമുട്ട കൊഴിച്ചിട്ട് സംശയമുണ്ട് ആള് കൂടിയിട്ട് അവിടെ നമ്മള് ഫാൻ ഇറങ്ങണ്ട നമ്മള് ഫാൻ ഇറങ്ങണ്ട എനിക്ക് വിളിച്ചോക്കെ നമ്മളെ എനിക്ക് വർക്ക്ഷോപ്പ് പേരിന് പോവണ പോവണ അരമണി രസമാണ് പക്ഷെ നമ്മളിങ്ങനെ എണ്ണി വരുമ്പോ ലാസ്റ്റ് നമുക്ക് ഇത് പണി കിട്ടുന്ന അവസ്ഥ ഞങ്ങൾ എണ്ണി അവിടെ നോക്കാം 2 വണ്ടി ഇങ്ങനെ നോക്കേണ്ടതാണ് ഒരു ലക്ഷത്തിലാണ് ക്യാനിൽ വണ്ടി ക്യാച്ചല്ലേ എല്ലാവരും അല്ല നമുക്ക് ഫാൻ വർക്ക് നല്ല ചൂടുണ്ടല്ലോ वंडी स्टार्ट कीजिए क्या हो गया तुम्हारा गाड़ी क्या हो गया सही है अभी क्यों आओ बंद किया रेस्ट करो नहीं है तो गर्मी है नहीं हमारे पास सामान है मैकेनिक है पूरा कितना गाड़ी 1000 गाड़ी खराब है इधर वो ഇല്ലാത്ത പറയുന്നുണ്ട് ഓരോ വണ്ടിയിലും മക്കീനുണ്ട് പറഞ്ഞു മെക്കാനിക് ഓരോ വണ്ടിയിൽ മെക്കാനിക് ഉണ്ട് നോനെ കാണിച്ചിട്ട് നോക്കണ ഞാൻ എന്താ പറഞ്ഞത് കുറച്ച് റെസ്റ്റ് എടുത്താൽ എന്നിട്ട് പോയാൽ മതി പറഞ്ഞത് അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് അപ്പുറത്താണ് കാണണ്ടേ ഹലോ ഗൈസ് ഞങ്ങള് അപ്പോ കുറച്ച് വണ്ടി റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു ഇതായിരുന്നു കുറെ ആൾക്കാർ ഇവിടെ നിന്ന് വണ്ടി റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ഇവിടെ നിർത്തിയിട്ട് അവിടെ പച്ചാണികളെ ടാൻസ് ഉണ്ട് അവിടെ വൈബ് ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞാ അപ്പൊ കുറച്ചൊന്ന് വണ്ടിക്കൊന്ന് റെസ്റ്റും ഞങ്ങൾക്കും റെസ്റ്റായി ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു വണ്ടി കംപ്ലൈന്റ് ഇവിടെ ബ്ലോക്ക് ആയിട്ടാ വണ്ടിന്റെ എണ്ണം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നല്ല മുട്ട നടത്തേക്കട്ടാ നല്ല നാടൻ കോയിന്റെ മുട്ട കളിച്ചിക്കണ ഇവിടെ ഈ മൂടി തുറന്നു കഴിഞ്ഞ ഇതിലൊന്നുമില്ല ആൾക്കാരില്ലേ അത് പോവല്ലേ എത്ര ആളുണ്ട് വണ്ടി 2 വണ്ടി ഉണ്ട് അത് നടക്കണം നമ്മള് പോവാ എല്ലാപ്പ അത് ആലോചന ഏവി ടൂറിസ്റ്റിന്റെ മുതലാളി ജാഫർ ഭായ് ഉണ്ട് ഇവിടെ പിന്നെന്താ പേടിച്ചാലുള്ളത് അതാണ് ഡയലോഗ് ഉണ്ട് അതാണ് അത് മതി വരി അപ്പൊ ഞങ്ങള് വീണ്ടും തുടങ്ങാം കേട്ടോ ഓക്കെ
അതാണ് ഡയലോഗ്. അതാണ് ഇത് നമ്മളെ ബ്ലോഗിൽ കയറും. അതാണ് ഡയലോഗ്. അതാണ് ജാബർ ഭായ്. അപ്പോ ഞങ്ങളുടെ യാത്ര വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വണ്ടിയെല്ലാം ഞങ്ങളെല്ലാം തണുപ്പിച്ച് ഞങ്ങൾ ചൂടായി, വണ്ടി തണുത്തു. അങ്ങനെ വീണ്ടും ഞങ്ങളിതാ കോർഫുഖാൻ റോഡിലൂടെ ഇരുണ്ടമായ ടണൽ പാതയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാ ഫസ്റ്റ് ടണൽ ഞങ്ങളിതാ കവർ ചെയ്തു. അതിനോട് നല്ല തണുപ്പുണ്ട് കേട്ടാ. തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഷീസ് പാർക്ക് ഉണ്ട്, ഒരു പാർക്ക് ഡാം ഉണ്ട് ഇവിടെ. കുറച്ച് വണ്ടിയും കുറച്ച് പാർക്കും ഡാമൊക്കെ ആയിട്ട് ഇവിടുന്ന് കാണൂല അല്ലേ. വലമ്പയ പോലെ ചോട്ടുബോട്ടൊക്കെ ഉണ്ട്. അത് നമ്മളെ മറ്റേ വണ്ടി പോകണം, അത് കുഴപ്പമില്ല, അത് വില ഉഷാറായി തോന്നണം. ഇതാ ഷീസ് പാർക്കാണത്. ഷാർജൻ്റെ ഏരിയ കേട്ടോ കോർഫുഖാൻ അല്ലേ. വണ്ടി എല്ലാം ഉണ്ടല്ലോ, ആൾ നല്ല ഉണ്ടല്ലോ. ഇതൊക്കെയാണ് പ്രശ്നം. ആൾക്കാർ എന്തെങ്കിലും ഇവുണ്ടെന്ന് എല്ലാവരും കൂടെ കുറ്റിപ്പറിച്ച് പോരും. പിന്നെ ഒക്കെ നമ്മളെ പോലെ തന്നെയാണ്. ഹലോ ഗോയ്സ്, ഇത്തപ്പനകൾ കൊലച്ചിട്ടില്ലല്ലേ? ആൾക്കാരൊക്കെ ഇവിടെ വണ്ടി എടുത്ത് നിരക്കാട്ടാ. ഷൈനിന്റെ എത്ര വണ്ടി നമുക്ക് തന്നെ പേരാണ്. ഇതിനത്ര വണ്ടികളുണ്ടല്ലേ. കോർഫുഖാനിലെത്തിയിട്ട് ഞങ്ങള് കോർഫുഖാനെത്തിയ തുടക്കത്തിൽ തന്നെ ഭയങ്കര ബ്ലോക്കാണ്. ടൗണിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കണം. ഫസ്റ്റ് റൗണ്ട് ബോട്ടിലെത്തിയല്ല കഴിഞ്ഞ് ആൾക്കാർ ഇവിടെ മലമൊക്കെ എഴുന്നേക്കുന്നത്. സദുർസ്ഥാദ് എന്താ പോലൊക്കെ നിർത്താൻ നോക്ക്. സദുർസ്ഥാദേ ചങ്ങായിമാരുടെ നോക്ക് അങ്ങോട്ട് നല്ല തിരക്കാട്ടാ. പിന്നെ ഇങ്ങോട്ട് പിന്നെ പൂജേറിന്ന് ഇങ്ങോട്ട് മസാഫിക്ക് മുടിച്ചു. ഞങ്ങളാണ് ശരി അല്ലേ. നമ്മളവിടെ എത്തിനു. അത് ഞങ്ങള് അത്തീക്കാർ പോയതാണ്. ഫ്രഷ് വെക്കാൻ വേണ്ടി റോഡിനോട്ട് വണ്ടി എടുത്ത് കണ്ടാൽ തിരിച്ചു വന്നത്. കുഴപ്പമൊന്നും ചോദിച്ചു നോക്കാം. ഓരോ വിളിക്കുന്നത് സംസാരിക്കോ? എന്താ വായൻ എന്റെ ഈ മലകളൊക്കെ നോക്കടാ ഗഫൂറേ. നോക്ക്, പുല്ലുകളും ഫ്ലവറുകളും ജഹന്നമി ഫ്ലവറുകളെ കൊണ്ട് അലങ്കരിച്ച കോർഫുഖാൻ മലനിരകൾ. ഇവിടെ കോർഫുഖാൻ. പിന്നെ ഇവിടെ നിന്നും തിരിച്ചു വിടണേ നമുക്ക്. എല്ലാം വണ്ടി എടുത്ത് പോയി ഇല്ലേ? അവൻ പോവാ? ഇല്ല, അവനോട് ഫോൺ കളിച്ചു തീർക്കാൻ പോകണം. ഇത് കോർഫുഖാൻ ഷാർജ യൂണിവേഴ്സിറ്റികൾ പാർക്കാണ്. നല്ല പച്ചപ്പിട. ഇവിടെ റൗണ്ടോ ബോട്ട് മൂത്രയിക്കണ്ടല്ലേ ഗഫൂറ? ഗവൺമെന്റ് ഓഫീസാണ്. ആ റോഡ് നമുക്ക് പോകണ്ട അല്ലേ? ഹലോ ഗോയ്സ്, കോർഫുഖാനത്തെ കോർട്ടാട്ടോ. മാക്കമ പബ്ലിക് പ്രോസിക്യൂഷൻ മാറുമ്പോ വേറെ സാധനം ആവത്തിട്ടാ. കോർഫുഖാന്റെ പബ്ലിക് കോർട്ടാണിത്. അതങ്ങനെയുണ്ട്, പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണ്.
റൗണ്ട് ബോട്ട് ഇതാണ് ബഹൂർ റൗണ്ട് ബോട്ടാ തോന്നുന്നത്. എന്ത് ബഹൂർ റൗണ്ട് ബോട്ടാണ് റഫീക്ക? ഇവിടെ നോക്ക് പുകയണോക്കെ റൗണ്ട് ബോട്ട് വരെ പുകയിക്കണം. ഇവിടെ ഒക്കെ താത്തോട്ടെ കേട്ടോ. ആ നല്ല ഊതിന്റെ സ്മെല്ല് ഉണ്ട് ഇവിടെ പുകയിച്ചിട്ട്. ഗ്യാസ് താത്തൊക്കെ ഗഫൂറെ നല്ല താത്തയാ, നല്ല സ്മെല്ല് ചോക്കാം ഊതിന്റെ ഇല്ലേ? ഇതൊക്കെ ആ പുകയിക്കണം റൗണ്ട് ബോട്ടിലൊക്കെ പുകയിക്കണോ ചങ്ങായി നോക്ക്. നല്ല നല്ല തടക്ക ആൾക്കാരിങ്ങനെ രണ്ടാളേക്കും കേറിപ്പോയിന്. ആ പോണിട്ടാ ഇവിടെ കടൽ തീരെ വള്ളത്തിന് ക്ഷാമമില്ല കേട്ടാ. ഇവിടെ നോക്ക ഒരു സാധനം നോക്കെ ഒരു വെറൈറ്റി സാധനം ഇട്ടാ. എന്ത് സംഭവം ആവല്ലേ? റഫീഖ് അത് വിശ്വസിച്ചു. നമ്മള് ബഹൂർ പോയി സ്മെല്ല് എന്ന് പറഞ്ഞപ്പോ ഇതെന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. ഇവിടെ കുറെ ഇങ്ങനത്തെ ഓരോ കുറ്റികളുണ്ട് ഇവിടെ. ആ നമ്മൾ ടൗണിലേക്ക് ഫസ്റ്റ് ഇപ്പൊ ഏതോ ഒരു ടൗണിലേക്ക് പ്രവേശിക്കണം. കോർഫുഖാന്റെ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു ഏരിയ ഉണ്ട്. പേരെന്ത് ഇതായിട്ടാണ് ആർക്കും അറിയില്ലല്ലേ? ഏതായാലും കോട്ടപ്പടി ലുക്ക് തന്നെ ഉള്ളു. ആ അദീഖത്തിൽ ഉറൂദാ ഇത് നമ്മളെ ശരിയാണ്. നമ്മളെ അദീഖത്ത് നിയാസിന്റെ പായ കടയാണത്. 1.5 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോ 3 കിലോമീറ്റർ ഓടി. ഇപ്പോഴും 30 മിനിറ്റ് ഇപ്പോഴും 43 മിനിറ്റ് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. റൂമിൽ പോകണം നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞ ഈ റോഡാണ് 1.5 സംഭവം പറയണ്ടേ? ലൊക്കേഷൻ എടുത്തിട്ടുണ്ടായില്ല. ഇറങ്ങിയില്ല. നമ്മള് പറഞ്ഞപ്പോ എല്ലാരും പാടി പിന്നെ പഠിച്ചോനാവലി പറഞ്ഞത്. പിന്നെ നമുക്ക് അറിയില്ലല്ലോ, സ്ഥലം അറിയില്ലല്ലോ നമുക്ക് ഏതാണെന്ന്. സംശയം പറഞ്ഞാൽ മതിനോ. അങ്ങനെ രാത്രിയായി കോയ്സ്. ഞങ്ങൾ ഉച്ചക്ക് വേണ്ടി പുറപ്പെട്ടാ കോയ്സ് അല്ലേ ഗഫൂറ? സമയം എത്രയായി? സമയല്ല. എത്ര മിനിറ്റ് ഉണ്ട് ഇനി? എത്ര മിനിറ്റ് ഉണ്ട് ഗഫൂറ? എത്ര മിനിറ്റ് ഉണ്ട്? ഞങ്ങൾ ഇറങ്ങുമ്പോൾ 4 മണിക്കൂർ മുമ്പ് ഇറങ്ങുമ്പോൾ എത്ര മിനിറ്റേനോ? 1 മിനിറ്റ് 1 മണിക്കൂറും 6 മിനിറ്റും. വീണ്ടും ഞങ്ങൾക്ക് ഇതാ വന്നിട്ടുണ്ട്. എത്ര മിനിറ്റ്? 32 മിനിറ്റ്. അപ്പൊ ഞങ്ങള് നല്ല പൂവൊക്കെ പോണ് കേട്ടോ. ഞങ്ങടാണ് കുറുപ്പുകാലിന്റെ മറ്റേ മലനിരന്റെ മേലുള്ള ആ ഹോട്ടലുണ്ട്, അവിടെ കാണൂല്ലേ? ആ റെസ്റ്റ് ഹൗസ് ഞാൻ അങ്ങണ്ട്. ഇവിടേക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ വരലുണ്ട് ഈ വരിക്കൊക്കെ. എടാ ഇതാ ഈ വീട്ടിൽ വരലുണ്ടാനേ. ഈ വീട്ടിലൊക്കെ വരുന്നുണ്ട് നമ്മള് മറ്റേ രാത്രി ഇതിന് തൊലഭാത്തായിട്ട്. ഹലോ ഗോയ്സ്, ഞങ്ങൾ പെട്ടു ഗോയ്സ്. അങ്ങനെ ഞങ്ങളിതാ ഡെസ്റ്റിനേഷനിൽ എത്തിക്കണം. എൻ്റെ ഒരു കഥ ആയതായത്. ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, ഒരു കേക്ക് മുറി ഉണ്ട്. ആ മതി മതി മതി. ഒരു ബർത്ത്ഡേ ഉണ്ട്, ഇന്ന് ബർത്ത്ഡേ പോയി കേട്ടോ. എന്താ ചക്കറാണ് തുടങ്ങാൻ പോകണുണ്ടോ? ഒരു തൊയിരം അല്ല സാധനത്തോ സാധനത്തോ ചെറിയൊരു പരിപാടി ഉണ്ട്. അത് നോക്കണ്ട.
ബർത്ത്ഡേ കോയി കൈക്കോട്ടെ അങ്ങനെ അല്ല മറിഞ്ഞിക്കണോ അവിടെ ജയിച്ചു പറഞ്ഞു നമ്മളെ ജാഫർഭായിട്ട് നല്ലൊരു പാട്ടുണ്ട് കേട്ടാ. നിശാലിയാലം പരിപാലക സദായ പെട്ടു ഗൈസ്. ഏതോ അവിടെ ഒന്നും വള്ളമില്ലാത്ത പോലെ ഏതോ ദുനിയാവുക്ക് വല്ലാത്ത ജാതിക്കാത. മലനിരകൾ കയറി താണ്ടി പോവാ. മാന്യ ടൂറ്. നാട്ടിൽ നിരവധി ചോലുണ്ട്, അവിടക്കൊന്നും അങ്ങ് പോവൂല. ഞങ്ങളൊരു ടീം ആദ്യം പോയിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് അടുത്ത വീഡിയോ എടുക്കാം അല്ലേ? ഓക്കെ. ചടച്ച് മണ്ണ് അപ്പുണ്ട്. ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് പോകത്തില്ല, പക്ഷെ മൊത്തം ഞങ്ങൾ എന്താണ് എന്ത് വഴികളാണ് പിന്നിട്ട വഴികളെ സമയം നോക്കുകയാണെങ്കിൽ 5 മണിക്കൂർ കഴിഞ്ഞിരിക്കണ്. ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. ടീം അവിടെ പാട്ട് കൊടുക്കണ സംശയം ഉണ്ട് കേട്ടോ. ഏതായാലും അയ്യോ എന്നെ പറഞ്ഞ പാട്ട് തരുന്നത് ഇന്നാ എന്താ എനിക്ക് അയക്കാണ്ട് പാട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഒരു വലിയ പാട്ട് തരാം യൂട്യൂബിലൊക്കെ പാട്ട് തിരഞ്ഞെടുക്കാൻ പോലും വയ്യ. അങ്ങനെ നമ്മൾ അവസാനം നീല തടാകത്തിലേക്ക് എത്തിട്ടാ. താണ്ടി വന്ന തടാകാട്ടാ. അയ്യോ അങ്ങനെ വെള്ളത്തിലെത്തിയിട്ടാണ്. ചായ വേണ്ടിനോ അല്ലേ? ഇതെന്താണ് പരിപാടിയാണ്? പൂളിയും ബീഫും. പൂളിയും ബീഫാണ്. പരിപാടി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് 1 by 1 ആയിട്ട്. എല്ലാ കുളി പാസ്സാക്കി ഇവിടെ വന്നാല് ബിബിയിലാണ് താമസം. നമ്മളെ സൂപ്പർ മട്ടനും പൂളി സംഭവം അങ്ങനെ ചീറില്ല. രസമല്ല? ടേസ്റ്റ് ഉണ്ടല്ലോ? നല്ല സാറല്ലേ? ചീറിയല്ലേ? ഇനിയിവിടെ സ്റ്റേ ആയിട്ട് നമ്മള് ഇന്ന് ഇവിടെ ടെന്റ് കെട്ടിക്കണു. ഇന്ന് രാവിലത്തെ കുളിമടം കഴിഞ്ഞിട്ട് പോണല്ലോ ഇവിടുന്ന്. ആർക്ക് അല്ല, നമ്മളിത് വ്ളോഗാണ്, എല്ലാവരും കൂട്ടിരിക്കും നമ്മള്. അടുത്ത ആള് ജാഫർ ഭായി കാണിച്ചു തരും. ആ കസാലയും മൂലൊക്കെ സൈഡിൽ നിൽക്കുക. അത് കൊറേ ടെന്റിലും മറ്റേ കടപ്പുറത്ത് ഇരുന്ന് ശീലമുള്ള ആളാണ്.
കടപ്പുറത്തും ടെന്റിലൊക്കെ പോയി ഇരിക്കുന്ന ആളാണ്. അപ്പോൾ വൈബ് അടിക്കുന്നതാണ്. അപ്പോൾ ഓൽക്കറിയാം. ഞങ്ങളെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ ഇറങ്ങാണ്. എല്ലാം കഴിഞ്ഞ് ഒരു ടീം വരുന്നുണ്ട്, ടീമുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ ഒരു ട്രിപ്പ് ഫാമിലിനെ വണ്ടിയിൽ അടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ലക്ഷ്യം വെക്കുന്നത് ഒമാൻ ബീച്ച് മദ്ഹ.